ഹലോ എവരി വൺ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള മാറ്റം സംഭവിക്കും. IQവും EQവും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. IQ എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻറ്റ് ക്വസ്റ്റ്യൻസ്, EQ എമോഷണൽ ക്വസ്റ്റ്യൻറ്റ്. ഇത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ഇൻ്റലിജൻസും ഒന്ന് ഇമോഷനുമാണ്. അപ്പം ഇമോഷണൽ ബാലൻസ് ഉള്ള ഒരാൾ, ഇൻ്റലിജൻസ് ഉള്ള ആൾ, ഇമോഷണലി ബാലൻസ് ഉള്ള ആൾ, ഇമോഷണൽ കോഷ്യൻ്റ് ആയിട്ടുള്ള ആൾ, അയാൾക്ക് ലീഡർഷിപ്പ് സ്കിൽ ഉണ്ടാക്കാൻ പറ്റും. അയാൾക്ക് അയാളുടെ വികാരങ്ങളെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ലീഡർഷിപ്പ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ലീഡറാകാൻ പറ്റും. IQ ഉള്ള ആൾ, അയാൾക്ക് ഇൻ്റലിജൻസ് കാണും, പക്ഷെ ലീഡർഷിപ്പ് സ്കില്ല് കാണുകയില്ല. അപ്പം IQ കൂടിയ ആൾക്ക് ഒരു പരീക്ഷ എഴുതുമ്പോൾ മാർക്ക് കൂടുതൽ കിട്ടും. അയാൾക്ക് ഒരു ലീഡർഷിപ്പ് സ്കില്ല് കാണുകയില്ല. EQ ഉള്ള ആൾ പരീക്ഷ ചിലപ്പോൾ മാർക്ക് കുറവായിരിക്കും, പക്ഷേ IQ ഉള്ള ആൾ EQ ഉള്ള ആളുടെ കീഴിൽ ജോലി ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് ലോകം മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം രണ്ടും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പം എങ്ങനെ EQ നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എക്സാമ്പിൾ സഹിതമാണ് പറയുന്നത്. അപ്പം അതിന് മെഡിറ്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ഉണ്ട്. നമുക്കിപ്പം നമുക്ക് എമോഷണലി നമ്മൾ ബാലൻസ് ഉള്ള സിറ്റുവേഷൻ വരുമല്ലോ, അപ്പോൾ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് മാറും. അതുപോലെ നമുക്ക് മെഡിറ്റേഷൻ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഇങ്ങനെ ഇൻ്റലിജൻസ്, എമോഷണൽ ക്വസ്റ്റ്യൻസ് കൂട്ടാൻ പറ്റും. ഇതൊരു പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം കേട്ടോ, അല്ലാതെ നമുക്ക് ജന്മനാ കിട്ടുന്ന ഒരു സംഭവമല്ല. ആർക്ക് വേണമെങ്കിലും പ്രാക്ടീസ് എടുക്കാം. അങ്ങനെ പ്രാക്ടീസ് എടുത്തു കഴിഞ്ഞാലുള്ള ഗുണങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ഞാനൊരു സക്സസ് എന്ന് പറയുന്ന കാര്യം, ഒരാൾ സക്സസ് ആണോ ഇല്ലയോ എന്ന് എൻ്റെ കാൽക്കുലേഷനാണ് പറയുന്നത്. അപ്പം അയാൾ സാമ്പത്തികമായിട്ട് നല്ല നിലയിലെത്തി, പക്ഷെ അയാൾക്ക് ഹെൽത്ത് ഇല്ലെങ്കിൽ അയാളൊരു സക്സസ്ഫുൾ ആളായിട്ട് കാണത്തില്ല. ഭയങ്കര ഓവറായിട്ട് വണ്ണം, അല്ലെങ്കിൽ രോഗിയായിട്ടിരിക്കുന്നു എപ്പോഴും. സക്സസ് എന്നുള്ള ഡെഫിനേഷൻ വരുമ്പോൾ അയാൾ സക്സസ് ആയിട്ടാണ് അയാൾ കരുതുന്നത്, മറ്റുള്ളവരും അങ്ങനെ കരുതുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. അപ്പം ഞാൻ നോക്കുന്നത് ഹെൽത്ത് ഉണ്ടോ, വെൽത്ത് ഉണ്ടോ, ഇതെല്ലാം കൂടെ ഉള്ള കോമ്പിനേഷനെയാണ് നോക്കുന്നത്. അപ്പം ഇനി ഹെൽത്ത് നല്ലതായിട്ടുണ്ട്, അയാൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതും ഒരു സക്സസിൻ്റെ ലക്ഷണമല്ല. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വരണം. ഇപ്പം ഞാനൊരാളെ കാണുമ്പം അയാളിപ്പം ഒരു രോഗിയാണെന്ന് ഇരിക്കട്ടെ, ഞാനിതൊരു കുഴപ്പമായിട്ടുള്ള കാണുന്നത്. അയാൾക്ക് മാറി വരാം, ആ രോഗാവസ്ഥയിൽ നിന്ന് മാറി ആരോഗ്യം വരാം. അപ്പോൾ അത് സ്ഥായിയായ ഭാവമല്ല. ഇനി ആരോഗ്യമുള്ള ഒരാളെ കാണുമ്പോൾ ഇയാളുടെ ആരോഗ്യം നാളെ പോകാം. അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്തിക്കുന്നതുകൊണ്ട് എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്. ഇപ്പം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് തീരെ ഉള്ള ഒരാളെ കാണുമ്പം അതൊരു കുഴപ്പമായിട്ടല്ല ഞാൻ കാണുന്നത്, അയാൾക്ക് മാറാം എന്നുള്ള അറിവാണ് എനിക്കുള്ളത്. അവിടെ ഞാൻ ഈ പറയുന്ന വീഡിയോസ് നിങ്ങൾ കാണുമ്പം നിങ്ങൾക്ക് ഹെൽത്തും ബെറ്റർ ആകണം, വെൽത്തും ബെറ്റർ ആകണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. രണ്ടും ബെറ്റർ ആകണം. ഒരു സക്സസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കാൽക്കുലേഷനാണ് ഞാൻ പറയുന്നത്. വേറെ ആളുടെ വേറെ രീതിയായിരിക്കും ചിന്തിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഈ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു, എൻ്റെ ട്യൂഷൻ ടീച്ചർ 500 രൂപ ഫീസ് മേടിച്ചില്ല, ഞാൻ പഠിക്കാൻ മോശമാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫാദറിന് അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു. അപ്പോൾ ഫാദർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് മാർക്ക് കുറവുള്ള ആൾ പോരെന്നുള്ള ചിന്തയുണ്ടായിരുന്നു, മദറിനും ഉണ്ടായിരുന്നു. എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി. അതുകൊണ്ട് എൻ്റെ മക്കളുടെ ഇത് വന്നപ്പോൾ ഞാൻ അവരുടെ മാർക്കല്ല ഞാൻ നോക്കുന്നത്, അവർ എമോഷണൽ ക്വസ്റ്റ്യൻ്റ് ആക്കാൻ നോക്കുക. മാർക്ക് ഉണ്ട് ഇല്ല, അത് അവർ നോക്കിക്കോളൂ, അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ അതിനകത്ത് ബോധേഡല്ല. കാരണം എൻ്റെ ഫാദറിന് എന്നോട് ഒരു
ഒരു എൻ്റെ കഴിവിലൊരു സംശയവും ഒരു ഇഷ്ടക്കേടുണ്ട്, അതെനിക്ക് മാറ്റാൻ പറ്റിയില്ല. അത് ടീച്ചർ ആ 500 രൂപ മേടിച്ചാൽ കുഴപ്പമില്ലായിരുന്നു. അവർക്ക് അതിനുള്ള ആ ഒരു കോൺഷ്യസ് അല്ല, അവരുടെ ആ ഒരു ബോധം അവർക്കില്ല. ഈ പഠിക്കുന്നവർ മാത്രം മിടുക്കരാന്ന് കരുതുന്നവരാണ്. ഇന്റലിജൻസിന് മാത്രമേ അവർ മാർക്കുള്ളൂ. അതിൽ നിന്ന് എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായപ്പോഴാണ് എനിക്കിത് മാറ്റം വന്നത്. അപ്പം നിങ്ങൾ ആ വീഡിയോസ് കണ്ടാലേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത്. അപ്പം ഇത് എല്ലാം കണക്റ്റഡ് ആ വീഡിയോസ്. നിങ്ങളെല്ലാം കണക്ട് ചെയ്ത് കണ്ടാലേ നിങ്ങൾക്ക് പിടികിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം ഞാനിനി എങ്ങനെയാണ് ഞാനിത് ഇമോഷണൽ ബാലൻസ് ചെയ്തതെന്ന് പറയാം, എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റം പറ്റിയെന്ന് ഞാൻ 1-2 എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. ഈ എക്സാമ്പിള് ഒരു സ്കൂളിലോ കോളേജിലോ പഠിപ്പിക്കുന്ന സാറിന് കാണത്തില്ല. സാറ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ IQ എന്താണ് EQ എന്താണെന്ന് പഠിപ്പിക്കും. സിലബസിലുണ്ടെങ്കിൽ അത് പഠിപ്പിച്ചു തരും. നിങ്ങൾ പരീക്ഷ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷേ EQ നിങ്ങൾക്ക് കൂടണമെന്നില്ല. അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് സാറിന് അറിയാനും വേണ്ട. ഇതാണ് ഞാനും ആ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന സാറിന് തമ്മിലുള്ള വ്യത്യാസം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളും ആ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളും മാത്രമേ പറയത്തുള്ളൂ. ഒരു നോട്ട്ബുക്കിൽ നിന്ന് എടുത്ത് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വായിച്ച് നിങ്ങളെ പഠിപ്പിക്കുമല്ലേ ഇത്. ഓക്കെ, അപ്പം EQ. ഇപ്പം ഞാൻ വീട്ടിൽ കഴിക്കുന്ന ഫുഡെന്ന് പറയുമ്പോഴത്തേക്കും ചോറ് കഴിക്കുമ്പോൾ അരി തവിടുള്ള അരിയാണ് കഴിക്കുന്നത്. അപ്പം സ്ഥിരമായിട്ട് അങ്ങനെയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. തവിടില്ലാത്ത അരി വെക്കരുത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ചാൾ മുമ്പ് ഈ തവിട് ഇല്ലാത്ത അരി വെച്ചു. അപ്പോൾ വൈഫ് അറിഞ്ഞുകൊണ്ടാണ് വെച്ചത്. അപ്പോൾ ഞാൻ അവളോട് വഴക്കുണ്ടാക്കി, എന്തിനാ ഇത് മേടിച്ച് വെച്ചത് വഴക്കുണ്ടാക്കി. അപ്പം പക്ഷേ അത് 2 ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ ഇത് തന്നെ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വഴക്കുണ്ടാക്കി ദേഷ്യപ്പെട്ട് കാര്യമില്ല, അതുകൊണ്ട് റിസൾട്ട് ഇല്ല. അപ്പോൾ ഞാൻ EQ-നെക്കാൾ കുറച്ച് വർക്കൗട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ എന്താണ് ഇത് സൊല്യൂഷൻ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിക്കുകയില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കത്തില്ല, ഞാൻ ഒന്നും സംസാരിക്കത്തില്ല, ഞാൻ പോയി റെസ്റ്റോറൻറ്റിലോ എല്ലാം പോയി കഴിക്കും. അങ്ങനെ വളരെ 1-2 പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഭയങ്കര എഫക്റ്റീവാണ്. അപ്പോൾ നമ്മൾ ബഹളം വെച്ച് വഴക്കുണ്ടാകുന്നതിനേക്കാളും ഭയങ്കര എഫക്റ്റീവാണ് എമോഷണൽ കോഷ്യൻസ്, EQ. അപ്പോൾ EQ നമ്മൾ ചുമ്മാ അങ്ങോട്ട് ഡെവലപ്പ് ആകത്തില്ല, നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് എടുക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എക്സാമ്പിൾ സഹിതം പറയുന്നത്. പിന്നെ ഇതുപോലെ EQ-ൻ്റെ കാര്യത്തിൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് എക്സാമ്പിളുകളുണ്ട്. അപ്പം ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ രാവിലെ ബാസ്കറ്റ്ബോൾ കളിക്കാൻ പോകും. അപ്പം നമ്മൾ സാധാരണ നിങ്ങൾ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിച്ചവർക്കറിയാം, നമ്മൾ ബാലൻസ് ചെയ്യുക ടീം ഇടുന്നത്. ഞാൻ ഒരു ടീമിൽ നിൽക്കുന്നു, അത് ടീം ബാലൻസ് ചെയ്യുന്നു. അത് എല്ലാവരുടെ ഉത്തരവാദിത്തമാണല്ലോ, അങ്ങോട്ടും പറയും കളി ബാലൻസ് ചെയ്യും, അല്ലെങ്കിൽ കളിക്ക് രസമില്ല. പക്ഷെ അങ്ങനെ കളിക്കുന്ന സമയത്ത് ഒരു EQ താന്നവരുണ്ട്, എമോഷണൽ കോഷ്യൻസ് താന്നവരുണ്ട്. അവരിതിനെ ചെയ്യുന്ന വെച്ചാൽ കളി തോക്കുവാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ബാസ്കറ്റ്ബോളിൽ 5 പേരെ ഒരു ടീമിലുള്ളൂ. അപ്പം അതിനകത്ത് ഞാൻ നോക്കുന്നതിന് EQ കുറവാരാന്ന് നോക്കും. അപ്പം അതിനകത്ത് 2 പേരുണ്ടെങ്കിൽ ഇവർ 2 പേരും വേറെ ആടെയും മറ്റു 3 പേരുടെ കുറ്റം പറയും. അതാണ് ബേസിക്കലി സംഭവിക്കുന്നത്. ജയിക്കുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും, ഷെയ്ക്കാൻ്റെ കൊടുക്കുന്നു, വെരി ഗുഡൊക്കെ പറയും. തോക്കുന്ന സിറ്റുവേഷനാണ് പ്രശ്നം വരുന്നത്. അപ്പം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ തോക്കുവാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ EQ ലെവലുള്ള അടുത്തോട്ട് പോകത്തില്ല. ഞാൻ അപ്പം കളിയുടെ ലാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വാർമിംഗ് ഡൗൺ ഉണ്ട്. ഇനി അഥവാ അല്ല കളിയുടെ ഇടയ്ക്ക് വെച്ച് അടുത്ത കളി കളിക്കാനുണ്ടെങ്കിൽ എനിക്ക് പ്രാക്ടീസ് ചെയ്യാം, ബോൾ എടുത്ത് ഷൂട്ടിങ് പ്രാക്ടീസ് ചെയ്യാം, വെള്ളം കുടിക്കാൻ പോവാം. അപ്പം ഇതൊരു പ്ലാൻഡ് ആണ്. അപ്പം ഇവരിൽ നിന്ന് മാറുക. കാര്യം ദുരിതവും ദുഃഖവും അനുഭവിക്കുന്നവർക്ക് നമുക്ക് തരാനായിട്ട് അതേ ഉള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ ഈ 3 പേരുടെ അടുത്തേക്ക് നീങ്ങും, അതും അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ വെള്ളം കുടിക്കാൻ പോകും, പ്രാക്ടീസ് ചെയ്യും. അത് പ്ലാൻഡ് ആണ്, ഞാൻ കറക്റ്റായിട്ട് ചെയ്യും. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ 2 പേര് എൻ്റെ അടുത്ത് തന്നെ വരും, വെൽ പ്ലേഡ് എന്നൊക്കെ പറഞ്ഞ് വരും. കാര്യം ഞാൻ സ്വല്പം കഴിയുമ്പോഴത്തേക്കും അവർക്ക് തന്നെ മനസ്സിലാവും ഇങ്ങനെ വേണം വെച്ചിട്ട് കാര്യമെന്ന് മനസ്സിലാവും. അതാണ് EQ താഴ്ന്നു നിൽക്കുന്ന അടുത്തേക്ക് നമ്മൾ ആ സമയത്ത് പോകത്തില്ല. ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എനിക്ക് ആ കറക്റ്റ് ട്രാക്ക് അറിയാം, എങ്ങനെ പോകണം എന്നുള്ളത് മനസ്സിലാവും. അതേസമയം അറിയാൻ മേലാത്തവർ എന്നാ ചോദിച്ചാൽ ഇവർ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും, മറ്റവരത് കേട്ടോണ്ടിരിക്കും, എപ്പോഴും ദുരിതമായിരിക്കും. ഈ 3 പേർക്ക്, ഈ ഇപ്പറയുള്ള 3 പേർക്കും ദുരിതം. കാര്യം വെച്ചാൽ ഇവരുടെ ഫോൾട്ട് കാണുന്നില്ല. അങ്ങനെയല്ല, റെസ്പോൺസിബിലിറ്റി ഇവർ 100% ഏക്കത്തില്ല, എന്നിട്ട് ഇവരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ വീട്ടിൽ നടക്കുന്ന കാര്യം. ഇത് തന്നെയാണ് നമ്മുടെ ബിസിനസ്സിൽ ഇതാണ് നടക്കുന്നത്. നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, മറ്റുള്ള കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, ഒരിക്കലും ഡെവലപ്പ് കാണുകയില്ല.
അപ്പം നമുക്ക് ആ ഒരു 2% എത്താൻ പറ്റില്ല, എപ്പോഴും ആ 95% കിടക്കും. പിന്നെ ഒരു 3% ഉണ്ട് ഇച്ചിരി ബെറ്റർ ആയിട്ടുള്ളത്. ടോട്ടൽ 5% ആണ് ഈ മൈൻഡ് സെറ്റ് ഉള്ളവർ. പക്ഷേ ആ 95% ഉള്ളവർക്ക് ഈ മൈൻഡ് സെറ്റ് ഇല്ല, അതിൽ പെട്ട് കിടക്കുക. അപ്പം നമ്മളിത് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ഇനി പ്രാക്ടീസ് ചെയ്യണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഈ എക്സാമ്പിൾ സഹിതം പറയുന്നത്. അതേസമയം ഞാനൊരു സ്കൂളിലോ കോളേജിലോ പഠിപ്പിക്കുന്ന ഒരു സാറാണെന്നുണ്ടെങ്കിൽ ഈ സബ്ജക്റ്റ് മാത്രമേ പറയുള്ളൂ. ഇത് പഠിപ്പിക്കും, കഴിവുള്ള ചെറുക്കൻ പരീക്ഷ എഴുതും, എല്ലാം കറക്റ്റായിട്ട് എഴുതി വെക്കും, മാർക്കും മേടിക്കും. പക്ഷെ EQ കാണുകയില്ല. EQ എങ്ങനെ കൂട്ടണം എന്ന് അറിയാൻ മേല. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതാ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം പറയുന്ന കാര്യം ഇതാ. അനുഭവം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന്, കളിക്കളം പറഞ്ഞു. രണ്ടാമത്തത് ഞാൻ പറഞ്ഞത് വീട്ടിലെ കാര്യം പറഞ്ഞു. ഇനി വേറൊരു കാര്യം ഞാൻ എക്സാമ്പിൾ പറയാം. എനിക്കിവിടെ ചെറിയ കൃഷിയൊക്കെ ഉണ്ട്. അപ്പം ഒരു ചേട്ടൻ ഇവിടെ അത്യാവശ്യം പണിയാനൊക്കെ വരും. പക്ഷെ പുള്ളി വിളിച്ച് പറയത്തില്ല. ഈ അവധിയാണെങ്കിൽ പറയുകയില്ല. എല്ലാ ദിവസമൊന്നുമില്ല, കുറച്ച് ദിവസങ്ങളിലൊക്കെ ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ കാണുള്ളൂ. പക്ഷേ അവധിയൊന്നും വിളിച്ച് പറയുകയില്ല. അപ്പോൾ പുള്ളി വരും, അത്രേ ഉള്ളൂ. വന്നു എന്ന് പറയാം. അപ്പോൾ ഈ സിസ്റ്റം പുള്ളി നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല, പുള്ളിക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ ചിലപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇവിടെ കാണുന്നില്ല, രാവിലെ ഒരു പരിപാടിയിട്ട് പോവും. അപ്പോൾ ചേട്ടൻ വന്നാൽ, എന്നോട് വിളിച്ച് പറയാതെ വന്നാൽ ചേട്ടൻ്റെ വണ്ടിക്കൂലി പോവും. കാര്യം ചേട്ടൻ തിരിച്ച് പോകേണ്ടി വരും. അപ്പം വിളിച്ചു, ശരിയാ, എൻ്റെ 60 രൂപ എന്ന് പറയും. അതാണ് ഇത്. നമ്മൾ ഇയാളെ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇവിടെയാണ് EQ, എമോഷണൽ ക്വസ്റ്റ്യൻസാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളിയെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങളുടെ 60 രൂപ വെറുതെ പോവും, തിരിച്ചു പോകേണ്ടി വരും. കാര്യം പണിയാണുകയില്ല. കാര്യം ഞാൻ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പണിയിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാനിപ്പോൾ 3 എക്സാമ്പിൾ പറഞ്ഞു. ഓക്കെ, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതുപോലെ 100 കണക്കിന് എക്സാമ്പിൾ കിട്ടും. അപ്പം ശരിക്കും ഞാൻ വേറെ മാറ്റാനല്ല ശ്രമിക്കുന്നത്. ഇവിടെ എല്ലാം ഞാൻ തന്നെ മാറുക. ഞാൻ സ്വയം മാറാൻ നോക്കുന്നത്. എന്നിലൂടെ ലോകത്തെ മാറ്റുക. അല്ലാതെ വേറൊരാളുടെ ഫോൾട്ട് ഇവിടെ പറയുന്നേ ഇല്ല. അപ്പം നമുക്ക് മാറ്റാം മറ്റുള്ളവരെ നമ്മളിലൂടെ. യു ക്യാൻ ചേഞ്ച് അതേഴ്സ് ബൈ ചേഞ്ചിങ് അവർ സെൽഫ്സ്. നമ്മളെ മാറ്റിക്കൊണ്ട് മാത്രമേ നമുക്ക് ഈ ലോകത്തെ മാറ്റാൻ പറ്റുള്ളൂ. ഇപ്പം ലോകത്തെ മാറ്റാം, പക്ഷെ നമ്മളെലൂടെയാണ് ഇത് മാറ്റേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാകണം. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇമോഷണൽ ക്വസ്റ്റ്യൻസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യാനുള്ള എക്സസൈസ് ഒക്കെ ഞാൻ പറഞ്ഞു. സെൽഫ് അവയർനെസ് ഡെവലപ്പ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, സെൽഫ് അവയർനെസ് കൂടാനുള്ള ടെക്നിക്സ് ഉണ്ട്. അത് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ, ബ്രീത്ത് നോക്കുന്ന പരിപാടി, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ അത് ഡെവലപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളൊരു രാജാവായി മാറുക. രാജാവിനെ പോലെ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും. നിങ്ങൾക്ക് ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് മാറ്റം വരും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു രാജാവെന്ന് പറഞ്ഞത്. അതൊരു കൺട്രോളാണ്. നിങ്ങൾക്ക് കൺട്രോളുള്ള ഒരു വ്യക്തിയെ തീരുക എല്ലാ കാര്യത്തിനും. ഒരു മറ്റുള്ളവർ കൺട്രോൾ ഇല്ല ഒന്നിനും. അപ്പം നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് ഒരു കൺട്രോൾ ഉണ്ടാവും. നിങ്ങളിൽ കൺട്രോൾ ഉണ്ടാകുമ്പോഴേ ഉള്ളൂ നിങ്ങൾക്ക് മറ്റുള്ളവർ കൺട്രോൾ വരുവുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ളവരിലും കൺട്രോൾ കിട്ടാതെ വരും. ഇന്നുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പം നിങ്ങളുടെ ലൈഫിനകത്ത് എല്ലാ തലത്തിലും മാറ്റം വരും. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുമ്പോഴേ ഉള്ളൂ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പാണ് ആ സമ്പത്തിലേക്ക് നിങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കും. കാര്യം നിങ്ങൾ പ്രസൻസിലാണ്. പിന്നെ ആ പ്രസൻസിൽ നിൽക്കും തോറും നിങ്ങൾക്ക് ടോട്ടൽ അപ്രപഞ്ചം നിങ്ങളുടെ കൂടെ വരിക. ആ പ്രസൻസേ അവിടെ ഉള്ളൂ. ഈ നിമിഷമേ ഉള്ളൂ. ഈ നിമിഷത്തിൽ ജീവിച്ചു തുടങ്ങുക. ഇതോടുകൂടി ഈ നിമിഷത്തിൽ നിങ്ങളാവുമ്പം അതാണ് ശക്തി. ആ പ്രപഞ്ച ശക്തി നിങ്ങളിലൂടെ ഒഴുകുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ആ കൺട്രോൾ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. എന്തായാലും പ്രാക്ടീസ് ചെയ്യുക. ആ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ആ അറിവ്, അതാണ് ജ്ഞാനം, വിസ്ഡം. പിന്നെ ജസ്റ്റ് നമ്മളൊരു ബുക്ക് വായിച്ച് ഇത് പഠിക്കുമ്പം EQ എന്നാണ് IQ എന്നാണ് പഠിക്കുമ്പം അത് നോളജ് ആകുന്നുള്ളൂ. അത് പുറത്തു നിന്നുള്ള അറിവാണ്. ആരോ എഴുതി വെച്ചിരിക്കുന്നു, അത് വായിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും നോളജ് നിങ്ങൾ കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. ദാറ്റ് ഈസ് നോളജ്. ഇനി നിങ്ങളിത് അപ്ലൈ ചെയ്യണം. വീട്ടിൽ അപ്ലൈ ചെയ്യണം, പന്ത് കളിക്കാൻ പോകുന്നിടത്ത് അപ്ലൈ ചെയ്യണം, നിങ്ങളുടെ ഓഫീസിൽ അപ്ലൈ ചെയ്യണം, നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യണം, എല്ലായിടത്തും അപ്ലൈ ചെയ്യണം. അപ്പോൾ അപ്ലൈ സയൻസാണ് വിസ്ഡം.
അത് നിങ്ങളുടേതായി തീർന്നു. അത് ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. പിന്നെ നിങ്ങളിൽ നിന്ന് എടുക്കാൻ ആർക്കും പറ്റിയില്ല. നിങ്ങളുടേതായി ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. അത് നിങ്ങളുടെ ഒരു സ്കില്ലായി മാറുക. നിങ്ങൾക്ക് എപ്പോൾ വേണേലും പ്രാക്ടീസ് ചെയ്യാൻ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ആയിട്ട് അയക്കാം. എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഞാൻ ഇടുന്നുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള PDF കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാം ഞാൻ അതിനകത്ത് പോസ്റ്റ് ചെയ്യും. നിങ്ങൾ ആ ഗ്രൂപ്പിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. പിന്നെ ഗ്രൂപ്പിലേക്ക് നിങ്ങളെ കൂടെയുള്ള കൊളീഗ്സ്, വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അങ്ങനെയുള്ളവരെയൊക്കെ നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പം അങ്ങനെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അവർ ഈ വീഡിയോ കാണുകയും അവരുടെ ജീവിതത്തിൽ മാറ്റം വരികയൊക്കെ ചെയ്യും. അപ്പം നിങ്ങളിത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പോയാൽ അവർക്ക് മനസ്സിലാകത്തില്ല. കാര്യം ഞാൻ ഇതിനകത്തൊരു മാസ്റ്ററാണ്. അപ്പോൾ എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള എക്സാമ്പിളും എല്ലാം പറയാനുള്ള ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത കഴിവാണ്. നിങ്ങൾക്കത് കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ അവർക്ക് പിടികിട്ടത്തില്ല. അപ്പോൾ ഏറ്റവും എളുപ്പം ഇതാണ്. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, കണ്ടു നോക്കാൻ പറയുക. അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായിക്കോളും. കാര്യം വളരെ സിമ്പിളായിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വളരെ സിമ്പിളും വളരെ ഏറ്റവും ലളിതമായ ഭാഷയിലാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അത് വളരെ എളുപ്പമാണ്. നിങ്ങൾ പറയാൻ പോകുമ്പം അവർക്ക് പിടികിട്ടത്തില്ല. ഓക്കെ.